ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പല മേഖലയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ ആയിട്ട് പഠിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സമഗ്രത, ഇൻറ്റഗ്രിറ്റി എന്ന വാക്ക് ചേർത്തിരിക്കുന്നത് താഴെ പറയുന്ന ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? അപ്പം ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഭരണഘടനയിൽ പിന്നീട് കൂട്ടിച്ചേർത്ത വാക്കാണ് കേട്ടോ. അത് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത വാക്കാണ് ഇൻറ്റഗ്രിറ്റി, സമഗ്രത എന്ന് പറയും. അപ്പോൾ സോഷ്യലിസ്റ്റ്, ഇൻറ്റഗ്രിറ്റി, സെക്യുലർ, ഇത്രയും 3 വാക്കുകൾ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർത്തത്. അപ്പോൾ നമുക്കറിയാവുന്നതാണ് 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലേ? ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത് 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. 1976 ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. അപ്പോൾ ആ ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് ഏത് വന്നത്? 42ാം ഭരണഘടനാ ഭേദഗതി വന്നത്. അന്നത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ്. നോക്കി, 42ാം നമ്മൾ പറഞ്ഞതാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്ന 3 വേർഡ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂട്ടിച്ചേർത്തത്. അതുപോലെ തന്നെ 39A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളും കൂട്ടിച്ചേർത്തു. 39A എന്താണ് തരുന്നത്? തുല്യനീതിയും സൗജന്യ നിയമസഹായവുമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 39A പ്രകാരം തുല്യനീതിയും സൗജന്യ നിയമസഹായവും നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ, നമുക്കറിയാം 51A എന്ത് ചെയ്യുന്നത്? മൗലിക കടമകൾ വരുന്നത്. ഭാഗം 4A 51A ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മൗലിക കടമകൾ വരുന്നത്. 10 മൗലിക കടമകളാണ് എന്ത് ചെയ്യുന്നത്? 1976 കൂട്ടിച്ചേർക്കപ്പെട്ടത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 139A എന്ന് പറയുന്നത് ഭരണഘടനയിൽ ചേർക്കപ്പെട്ടതോടെ കേസുകൾ ഒരു ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു ഹൈക്കോടതിയിലേക്ക് മാറ്റുന്നതിനുള്ള അധികാരം ആർക്ക് കിട്ടി? സുപ്രീം കോടതിക്ക് കിട്ടി. അത് 139A ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 39A പഠിച്ചു, 139A പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത്? ഉൽഗുലാൽ മൂവ്മെൻറ്റ്, സവാഹാർ മൂവ്മെൻറ്റ്, കാജാനാഗ റിബല്യൻ, ഗദ്ദാർ മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്തതെന്ന് പറയുന്നത് ഗദ്ദാർ മൂവ്മെൻ്റ് ആണ് കേട്ടോ. ഗദ്ദാർ മൂവ്മെൻറ്റ് ഗദ്ദാർ പാർട്ടിയാണ് കേട്ടോ. അതൊരു ഗദ്ദാർ പാർട്ടിയാണ്. ബാക്കിയെല്ലാം ഓരോന്നിന് വേണ്ടിയിട്ടുള്ള ഓരോ മൂവ്മെൻ്റ് ആയിട്ടാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ലാലാ ഹർദയാൽ എന്ന് പറയുന്ന ആളും സോഹൻ സിംഗ് ഭഗ്ന, താരാക്നാഥ് ദാസ് എന്നിവർ അമേരിക്കൻ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ച ഒരു സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെ ചേർന്നാണ്? ലാലാ ഹർദയാൽ, സോഹൻ സിംഗ് ഭഗ്ന, താരാക്നാഥ് ദാസ്, ഇവർ 3 പേര് ചേർന്നിട്ട് അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ച ഒരു സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ആരായിരുന്നു? സോഹൻ സിംഗ് ഭഗ്നെ ആയിരുന്നു അതിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് 1913 1914 നടന്ന ഗോമഗത മാരു സംഭവം ഗദ്ദാർ പാർട്ടിയുമായി ബന്ധപ്പെട്ടതാണ്. 1913 ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. അടുത്തത് ഇതാണ്: താഴെ പറയുന്ന സംഭവങ്ങളുടെ ശരിയായിട്ടുള്ള കാലക്രമം ഏതെന്നാണ്. സംഭവങ്ങൾ ഇതൊക്കെയാണ്: കുറിച്യ കലാപം, കുണ്ടർ വിളംബരം, പഴശ്ശി കലാപം, മലബാർ കലാപം. അപ്പോൾ ഇതിൻ്റെ കാലഗണന അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം? വർഷം അറിയണം, അല്ലേ? കുറിച്യ കലാപം എന്നാണ് 1812 കുറിച്യ കലാപം. കുണ്ടർ വിളംബരം 1809 കുണ്ടർ വിളംബരം. പഴശ്ശി കലാപം, നമുക്ക് 1ാം പഴശ്ശി കലാപം എടുത്താൽ 1793-97 കാലഘട്ടത്തിലാണ് എന്തെന്ന് പറയുന്നത് 1ാം പഴശ്ശി കലാപം നടന്നത്. 1800 മുതൽ 1804 വരെയായിരുന്നു 2ാം പഴശ്ശി കലാപം നടന്നത്. അടുത്തത് മലബാർ കലാപം. മലബാർ കലാപം 1921 അപ്പോൾ ഇനി നമുക്ക് നോക്കിയാലോ. ആദ്യം ഏതായിരിക്കും വരിക? പഴശ്ശി കലാപമായിരിക്കും, അല്ലേ? 1ാമത് വരിക. 3 വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാ വരിക? കുണ്ടർ വിളംബരം വരും. പിന്നെ കുറിച്യ കലാപം. പിന്നെ ഏതാണ്? മലബാർ കലാപം. 3, 2, 1, 4 വരുന്നത് ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നും പഠിക്കുമ്പോൾ അതിൻ്റെ വർഷങ്ങൾ പഠിക്കില്ലേ? അപ്പോൾ മെയിനായിട്ടുള്ള സംഭവങ്ങളുടെ വർഷങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതുപോലെ എന്താണ് PSC ഇപ്പോൾ കാലഗണന ക്രമത്തിലൊക്കെ എഴുതാനും അല്ലെങ്കിൽ ചേരുംപടി ചേർക്കാനും ഒക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എഴുതണമെങ്കിൽ നമുക്ക് എന്തറിയണം? വർഷങ്ങൾ അറിഞ്ഞിരിക്കണം.
നോക്കിയേ, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങൾക്കെതിരായി 1793-നും 1797-നും ഇടയിലാണ് ഒന്നാം പഴശ്ശി കലാപം നടക്കുന്നത്. അപ്പോൾ ഒന്നാം പഴശ്ശി കലാപം നടക്കുന്നത് എന്നൊക്കെയാണ് 1793-നും 97-നും ഇടയിലാണ്. രണ്ടാം പഴശ്ശി കലാപം എന്ന് പറയുന്ന 1800-നും 1804-നും ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാം പഴശ്ശി കലാപം നടക്കുന്നത്. 1797 പഴശ്ശി രാജാവും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ താൽക്കാലിക സന്ധിക്ക് അറുതി വരുത്തി 1800 രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ വീണ്ടും കലാപം ആരംഭിച്ചു. രണ്ടാം പഴശ്ശി കലാപത്തിനൊടുവിൽ 1805 നവംബർ 30 എന്ത് ചെയ്യാണ്, പഴശ്ശിരാജ വെടിയേറ്റ് മരിക്കുകയാണ്. അടുത്തത് കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നമ്മൾ വർഷം പറഞ്ഞു 1809 എന്നാൽ ഡേറ്റും കൂടി ഓർത്ത് വയ്ക്കുക. ജനുവരി 11 എന്ത് ചെയ്യുന്നത്, കുണ്ടറ വിളംബരം നടത്തിയത്. ആരാണ് കുണ്ടറ വിളംബരം നടത്തിയത്? വേലുത്തമ്പി ദളവയായിരുന്നു. നമുക്കൊന്ന് നോക്കാം. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്തെ തിരുവിതാംകൂർ ദളവയായിരുന്ന വേലുത്തമ്പി 1809 ജനുവരി 11. കൊല്ലവർഷം പറയുവാണെങ്കിൽ 984 മകരം 1 ആണ് എന്ത് ചെയ്യുന്നത്, പ്രസിദ്ധമായിട്ടുള്ള കുണ്ടറ വിളംബരം നടത്തിയത്. ബ്രിട്ടീഷുകാർക്കെതിരായ സമരത്തിൽ തൻ്റെ കീഴിൽ അണിചേരാൻ ഇതിലൂടെ ജനങ്ങളെ ആഹ്വാനം ചെയ്തു. 1809 മാർച്ച് 29 മണ്ണടിയിൽ വേലുത്തമ്പി ദളവ ആത്മഹൂതി ചെയ്യുന്നത്. അടുത്തത് കുറിച്യ കലാപമാണ്. 1812 കുറിച്യ കലാപം നടന്നത്. 1812 മാർച്ചിൽ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ മറ്റൊരു ആദിവാസി സമൂഹമായ കുറുമ്പരുമായി ചേർന്നു കുറിച്യർ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കെതിരായ നടത്തിയ കലാപമാണ് കുറിച്യ കലാപം. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ കുറിച്യ കലാപം 1812 മെയ് മാസത്തോടെ അടിച്ചമർത്തപ്പെട്ടു. അടുത്തത് 1921 മാപ്പിള ലഹളയാണ് കേട്ടോ. 1921 മാപ്പിള ലഹള എന്നുകൂടി അറിയപ്പെടുന്ന മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നായിരുന്നു? പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിൻ്റെ ശ്രമത്തിന് ഒടുവിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ലഹള പൊട്ടിപ്പുറപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സംഭവമായിരുന്നു ഇത് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. അടുത്തത് നോക്കിയോ, അടുത്തൊരു ക്വസ്റ്റ്യനാണ്. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി പുരുഷ ടീം സ്വർണ്ണ മെഡൽ നേടി. ആ ഒളിമ്പിക്സിലെ ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓരോ പ്രസ്താവനയായിട്ട് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ടീം 5 മത്സരങ്ങളിൽ നിന്നും മറുപടിയില്ലാതെ 29 ഗോളുകൾ നേടി. രണ്ടാമത്തേത്, ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദ് 14 ഗോളുകൾ നേടി. മൂന്നാമത്തേത്, അവസാന മത്സരത്തിൽ ഇന്ത്യ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി. അടുത്തത്, ഒളിമ്പിക്സിൽ ഹോക്കിയിലെ ആദ്യ ഇന്ത്യൻ മെഡലായിരുന്നു ഇത്. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടുന്നത്, ഇന്ത്യ ഹോക്കിയിൽ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്നത് 1928 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, സ്വർണ്ണ മെഡൽ നേടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ടീം 5 മത്സരങ്ങളിൽ നിന്നും മറുപടിയില്ലാതെ 29 ഗോളുകൾ നേടിയെന്ന് പറയുന്നത് ശരിയാണ്. ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദ് 14 ഗോളുകൾ നേടിയെന്ന് പറയുന്നതും ശരിയാണ്. അവസാന മത്സരത്തിൽ ഇന്ത്യ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തിയെന്ന് പറയുന്നതും ശരിയാണ്. ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യയുടെ ആദ്യത്തെ മെഡലായിരുന്നു ഇതെന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ 4 പ്രസ്താവനകളും എന്താണ് ഇവിടെ ശരിയാണ്. ഇന്ത്യ ആദ്യമായിട്ട് ഹോക്കിയിലേക്ക് വരുന്ന ഒളിമ്പിക്സ് ഏതാണെന്ന് ചോദിച്ചാൽ അതും 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സ് തന്നെയാണെന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇനി നമുക്കതിൻ്റെ കുറച്ച് വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. 1908 ലണ്ടൻ ഒളിമ്പിക്സിലാണ് പുരുഷന്മാരുടെ ഹോക്കി ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ മത്സര ഇനമായി ഉൾപ്പെടുത്തുന്നത്. 1908 ബ്രിട്ടനായിരുന്നു ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ജേതാക്കളെന്ന് പറയുന്നത്. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് ഹോക്കിയിൽ ആദ്യമായിട്ട് ഇന്ത്യ മത്സരത്തിന് ഇറങ്ങുന്നത്. ആ മത്സരത്തിൽ തന്നെ ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നു, സ്വർണ്ണ മെഡൽ കിട്ടുന്നു. ആ ഒളിമ്പിക്സിൽ കളിച്ച 5 മത്സരങ്ങളിലും ജയിച്ചാണ് ഇന്ത്യൻ ടീം ആദ്യ ഒളിമ്പിക്സ് ഹോക്കി സ്വർണം നേടിയത്. 1928 ഒളിമ്പിക്സിൽ ജയ്പാൽ സിംഗ് ആയിരുന്നു ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ അതും കൂടി പഠിച്ചു വയ്ക്കുക. 1928 ഒളിമ്പിക്സ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ജയ്പാൽ സിംഗ് ആയിരുന്നു. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന മേജർ ധ്യാൻചന്ദിൻ്റെ ആത്മകഥ ഏതാണെന്ന് ചോദിക്കാം. ഗോൾ എന്നാണ് അതിൻ്റെ പേര്. ഇനി ഫൈനലിൽ 3-0 നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തിയിട്ടാണ് 1928 ഒളിമ്പിക്സിൽ ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ജേതാക്കളാകുന്നത്.
ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യൻ ടീം 8 തവണ സ്വർണ്ണ മെഡലും 1 തവണ വെള്ളി മെഡലും 3 തവണ വെങ്കല മെഡലും സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ 8 തവണ എന്ത് ചെയ്യുന്നുണ്ട്? സ്വർണ്ണ മെഡൽ കിട്ടുന്നു, 1 തവണ വെള്ളി മെഡൽ, 3 തവണ നമുക്കറിയാം വെങ്കല മെഡലും ഇന്ത്യൻ ടീമിന് കിട്ടുകയാണ്. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് ഇന്ത്യ അവസാനമായിട്ട് ഹോക്കിയിൽ സ്വർണ്ണ മെഡൽ നേടിയത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യക്ക് വെങ്കല മെഡൽ കിട്ടുന്നുണ്ട് ഹോക്കിയിൽ. അതുപോലെ തന്നെ അതിനകത്ത് പങ്കെടുത്ത ഒരു മലയാളിയായിരുന്നു അല്ലേ, ആരാണ്? PR ശ്രീജേഷ്, ഗോൾ കീപ്പറായിരുന്നു PR ശ്രീജേഷ്. എന്നാൽ ആദ്യ മലയാളി എന്ന് പറയുന്നത്, ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി എന്ന് പറയുന്നത് ആരാണ്? ഫെഡറിക് ആണ് കേട്ടോ. മാനുവൽ ഫെഡറിക് ആണ് ആദ്യമായിട്ട് ഹോക്കിയിൽ മെഡൽ നേടുന്ന മലയാളി എന്ന് പറയുന്നത്, മാനുവൽ ഫെഡറിക്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നത് കാലഗണനാ ക്രമത്തിൽ എഴുതാനാണ്. റൗലറ്റ് ആക്ട്, പൂന ഉടമ്പടി, ബംഗാൾ വിഭജനം, ലക്നൗ ഉടമ്പടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? വർഷം അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. നോക്കിയാൽ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് 1919 പൂന ഉടമ്പടി 1932 കേട്ടോ, 1932. ബംഗാൾ വിഭജനം 1905, ലക്നൗ ഉടമ്പടി 1916. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഏതാ വരിക? ബംഗാൾ വിഭജനമാണ് വരിക അല്ലേ, 3 ഒന്നാമതായിട്ട് വരിക. അത് കഴിഞ്ഞിട്ട് ഏതാ വരിക? ലക്നൗ ഉടമ്പടിയാണ് രണ്ടാമത് വരിക. പിന്നെ റൗലറ്റ് ആക്ട് വരും, അതിനുശേഷമാണ് പൂന ഉടമ്പടി. 3, 4, 1, 2 ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്താണ് ആദ്യം നമ്മൾ ബംഗാൾ വിഭജനമാണ് നോക്കുന്നത്. 1905 ജൂലൈയിലാണ് കാര്യക്ഷമതയുടെ ഉള്ള ഭരണത്തിന് എന്ന പേരിൽ ബംഗാളിനെ എന്ത് ചെയ്യുന്നത്? കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ 2ആയിട്ട് വിഭജിക്കുന്നത്. ഓക്കെ, അന്ന് വിഭജിച്ചത് അന്നത്തെ വൈസ്രോയി ആയിരുന്നിട്ടുള്ള കട്സൺ പ്രഭുവാണ്. 1905 ഒക്ടോബർ 16 ഈ നിയമം എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കുന്നത്. ഭരണപരമായിട്ട് നടപടിക്കായിട്ട് കട്സൺ പ്രഭു ബംഗാളിനെ വിഭജത്തെ എന്ന് വെച്ചാൽ ഭരണപരമായിട്ട് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ബംഗാളിനെ വിഭജിക്കുന്നത്. പക്ഷേ ശരിക്കും അതൊന്നും അല്ലായിരുന്നു, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതായിരുന്നു എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഹിന്ദു മുസ്ലിങ്ങളെ എന്ത് ചെയ്യുക? അകറ്റുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അങ്ങനെ ഹിന്ദു മുസ്ലിം ഐക്യത്തിനു മേൽ പതിച്ച ബോംബ് എന്ന് ഈ ബംഗാൾ വിഭജനത്തിന് പറഞ്ഞതാരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ് കേട്ടോ. അപ്പോൾ ഇനി നോക്കിയേ, അപ്പോൾ അതാണ് ബംഗാൾ വിഭജനത്തിനെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അടുത്തത് നമ്മൾ 1916 ലക്നൗ ഉടമ്പടി എന്താണെന്ന് നോക്കാം. 1907 സൂറത്ത് സമ്മേളനത്തിൽ എന്ത് ചെയ്യാണ്? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. അങ്ങനെ വിഭജിച്ച അവർ 1916 എന്ത് ചെയ്യാണ്? ഒരുമിക്കുകയാണ് കേട്ടോ. ആ ഒരു ലക്നൗ സമ്മേളനത്തിൽ അവരെന്ത് ചെയ്യണോ? ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്, ഈ മിതവാദികളും തീവ്രവാദികളും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? 1916 ലക്നൗ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ 1916 ലക്നൗവിൽ വെച്ച് അവർ തീരുമാനിച്ചു, വൈദേശിക ഭരണത്തിനെതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഈ ഐതിഹാസികമായിട്ടുള്ള നടപടിയാണ് ഏതെന്ന് പറയുന്നത്? ലക്നൗ ഉടമ്പടി എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് റൗലറ്റ് ആക്ട് എന്താണെന്ന് നോക്കാം. വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ എന്ന പേരിൽ 1919 ബ്രിട്ടീഷ് സർക്കാർ പാസ്സാക്കിയ നിയമമാണ് ഏതെന്ന് പറയുന്നത്? റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. അനാർക്കലിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നാണ് അറിയപ്പെടുക. ഈ നിയമപ്രകാരം ഏതൊരു വ്യക്തിയെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടവിലാക്കാനുമുള്ള അധികാരം ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാക്കി. 1919 ഏപ്രിൽ 6 മഹാത്മജിയുടെ നേതൃത്വത്തിൽ ഇതിനെതിരായി രാജ്യവ്യാപകമായി ഹർത്താൽ ആചരിച്ചു. എന്നാണ് 1919 ഏപ്രിൽ 6. ഓക്കെ, ഇനി നമ്മളിതിനകത്ത് പറയാണ്ട് പോയ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? പൂന ഉടമ്പടി. പൂന ഉടമ്പടി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയും നമ്മുടെ BR അംബേദ്കറും കൂടി ചേർന്നിട്ട് ഈ ഡിപ്രസ്ഡ് ക്ലാസ്സിന് അധികൃതരായിട്ടുള്ള ഡിപ്രസ്ഡ് ക്ലാസ് ഉണ്ടല്ലോ, അവർക്ക് എന്ത് ചെയ്യുക? റെപ്രസെൻറ്റേഷൻ വേണമെന്നുള്ള രീതിയിൽ സൈൻ ചെയ്ത ഒരു പാക്റ്റാണ് എന്ന് പറയുന്നത് പൂന ഉടമ്പടി എന്ന് പറയുന്നത്. അന്ന് ഗാന്ധിജി എന്ത് ചെയ്യുകയാണ്? പൂന ജയിലിൽ ആണ്. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പൂന പാക്റ്റ് 1932 നിലവിൽ വന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പല മേഖലകളിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അടുത്ത ക്ലാസ്സിൽ നല്ല ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക്